മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച ഇടുക്കി രൂപത പ്രതിഷേധം ശക്തമാക്കാനാണ് രൂപതയുടെ തീരുമാനം. സംസ്ഥാന സർക്കാരിന്റേത് ദുർബലമായ സമീപനമെന്ന് രൂപത പ്രതിനിധി ഫാദർ ജിൻസ് കാരക്കാട്ട് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുല്ലപ്പെരിയാർ സുരക്ഷിതമല്ലെന്ന നിലപാടെടുത്ത റോഷി അഗസ്റ്റിൻ ഇപ്പോൾ അണക്കെട്ട് ബലവത്താണെന്ന് പറയുന്നു. രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള നാടകമാണ് മന്ത്രി കളിക്കുന്നത്. വിഷയത്തിൽ ഇടപെടാൻ കരുത്തുള്ള പ്രതിപക്ഷം കേരളത്തിലില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആകുലതയല്ല പ്രശ്നപരിഹാരമെന്നും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ സുരേഷ് ഗോപിക്ക് കഴിയണമെന്നും ഫാദർ ജീൻസ് കാരക്കാട്ട് വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം ദുർബലമായിട്ടുള്ള സമീപനമാണ് കേരള ഗവൺമെൻറ് ഇതിനകത്ത് പുലർത്തിയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ അപകടകരമായിരുന്നു എന്ന് പറഞ്ഞവർ പിന്നെങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും വർഷം കൊണ്ട് മുല്ലപ്പെരിയാർ പെട്ടെന്ന് അങ്ങ് കരുത്താർജിക്കുന്നത് എങ്ങനെയാണ്? ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് മനസ്സിലാവില്ല, ഈ ഇരട്ടത്താപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷത്തായിരിക്കുമ്പോൾ ഇത് അപകടകരാവസ്ഥയിലും അപ്പുറത്തെ പക്ഷത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത് സജീവമായിട്ട് ഇത് ബലമുള്ള ഡാമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന അഭ്യാസമെന്നോ നാടകമെന്നോ എന്തെങ്കിലുമൊക്കെ വിശേഷിപ്പിക്കാം. ഇവിടെയുള്ള ആളുകൾ ഇത്രയും ആശങ്കപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടത്തിന് എന്താ കഴിയാതെ പോകുന്നത്? അത് ഭരിക്കുന്ന ഗവൺമെൻറ് മാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷം ആരാണ് ഇതിനു വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പ്രശ്നത്തെ പരിഹരിക്കാമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനായിട്ട് ബലമുള്ള കരുത്തുള്ള ഒരു പ്രതിപക്ഷ ഈ നാട്ടിൽ അതായി മാറിയിരിക്കുന്നു. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി പ്രസ്താവന ഇറക്കിയത് ഇതിൻ്റെ ചുവട്ടിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കും എന്ന് ആകുലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആകുലതയാണോ പ്രശ്നപരിഹാരത്തിന് അനിവാര്യമായിട്ടുള്ളത്? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തി അവർ അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഈ വിഷയത്തിൻ്റെ അകത്ത്. ഇതാരും അറിയാത്തൊരു പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് പുറലോകം അറിയാത്ത വാർത്തയൊന്നുമല്ലല്ലോ ഇത്. ഇടുക്കിയിൽ നിന്നും സന്ദീപ് രാജാക്കാടുണ്ട് വിശദാംശങ്ങളുമായി. സന്ദീപ്, ഈ മുല്ലപ്പെരിയാർ ഡാം അത് പുതുക്കിപ്പണിയണം എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ ഇടുക്കി രൂപത. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് രൂപതയുടെ തീരുമാനം. ഒപ്പം തന്നെ ഈ സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഒരുപോലെ വിമർശനം ഉയർത്തുകയാണ് രൂപത. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് എതിരെ അടക്കം ഇപ്പോൾ കടുത്ത വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. എന്താണ് നിലവിൽ രൂപത പറയുന്നത്? അവരുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ് സന്ദീപ്? മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട ഇടുക്കി രൂപതയുടെ ഒരു നിലപാട് വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് റിപ്പോർട്ടർ ടിവിയുമായിട്ട് നടത്തിയ ഈ ഒരു കൂടിക്കാഴ്ചയിൽ കൂടുതൽ വിവരങ്ങൾ ഇല്ലെങ്കിൽ ഈ രൂപത മുമ്പോട്ട് എടുക്കാൻ പോകുന്ന ഒരു നിലപാടിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വരുന്നത് ഒരാൾക്കോ ഇല്ലെങ്കിൽ സർക്കാരിനെയോ മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിനെയും ഒപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് അനുകൂലമായ ഒരു സ്ഥിതി നിലനിൽക്കുന്നു. ഒരു സീസണായിട്ടുള്ള ഒരു വിഷയമായി മാത്രം ഇതിനെ മാറുകയാണ്, ഇല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമായി മാറുന്നു, തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ചയാകുന്നു. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇടുക്കി രൂപത മുന്നോട്ട് വയ്ക്കുന്നത്. രൂപത മുൻപ് സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രൂപത സമര സംഘടനയൊന്നുമല്ല, പക്ഷേ ഈ ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നിലനിൽക്കേണ്ടി വന്നാൽ അത്തരം ജനകീയ പ്രതിരോധം തീർക്കുവാൻ വേണ്ടി ഇടുക്കി രൂപത മുമ്പോട്ട് പോകും. അതിന് മുൻനിരയിൽ ഉണ്ടാകും എന്ന ഉറപ്പ് കൂടി ഈ ഫാദർ ജിൻസ് കാരക്കാട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രശ്ന പരിഹാരത്തിന് അടിയന്തരമായി ഏതു തരത്തിൽ ഇടപെടണം എന്ന ഒരു നിർദ്ദേശം രൂപത മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഡാം നിർമ്മിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമാണ്. പക്ഷേ അത് വളരെ വേഗത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല. ഈ ഒരു ഡാം നിർമ്മിക്കണമെങ്കിൽ അതിന് കാലതാമസം ഉണ്ടാകും. ആ കാലതാമസം നിലനിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനം അത് ഒരുക്കണം. തമിഴ്നാടിന് വെള്ളം കൊടുക്കുകയും എന്നാൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഒരു നിശ്ചിത തോതിൽ അളവിൽ താഴ്ത്തി നിർത്തി സമ്മർദ്ദം കുറയ്ക്കുക, ആ ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. മറ്റൊന്ന്, അണക്കെട്ട് സുരക്ഷിതമാണ് എന്ന് പറയുന്നവർക്കെതിരെയാണ് രൂക്ഷ വിമർശനം. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയാണ്. കാരണം റോഷി അഗസ്റ്റിൻ 12 ദിവസം മുല്ലപ്പെരിയാർ സമരവുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടന്നിട്ടുള്ള ആളുകൂടിയാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് എന്ന വിമർശനമാണ് ഇടുക്കി രൂപത ഉന്നയിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ വിഷയത്തിൽ ആകുലപ്പെടുമ്പോൾ ആ ആകുലത കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയില്ല. അധികാരം കയ്യിലിരിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന്
ഇടപെടലാണ് സുരേഷ് ഗോപിയുടെ അടക്കം ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. എന്നാൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കാലങ്ങളിലൊക്കെ തന്നെ ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു. അത് ഇടത് സർക്കാരിനെ മാത്രമല്ല, ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സർക്കാർ, അതായത് ഈ കരാർ ഉണ്ടായതിനു ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള എല്ലാ സർക്കാരുകളും അത്തരത്തിൽ ഒരു നയസമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. തമിഴ്നാടിന് അനുകൂലമായ ഒരു സാഹചര്യം എടുക്കുന്നു. അതിൽ ഏറ്റവും ഉപരിയായി ഇപ്പോൾ നിലനിൽക്കുന്നത് അനുകൂലമായ സാഹചര്യം കേരളത്തിനുണ്ട് എന്നുള്ളതാണ് രൂപത വ്യക്തമാക്കുന്നത്. കാരണം കേരളവും തമിഴ്നാടും തമ്മിൽ ഇപ്പോൾ ഒരു അടുത്ത ബന്ധമുണ്ട്, ഒരു വലിയ ഇഴയടുപ്പമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചർച്ചയിലേക്ക് പോലും കടക്കുവാൻ വേണ്ടി ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിഷേധാർഹമാണ് എന്നാണ് രൂപത വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. കാരണം പ്രതിപക്ഷം ഇത്രയും വലിയൊരു വിഷയമുണ്ടായിട്ടും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ, സർക്കാരിനെതിരെ നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടോ എന്നതിന് പോലും സംശയമാണെന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഇടുക്കി രൂപത മുന്നോട്ട് വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ വിഷയം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായ ജനകീയ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാൻ ഇടുക്കി രൂപത മുന്നിൽ നിൽക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, ഇടുക്കി രൂപത എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു മാത്രം പ്രശ്നമല്ല ഇത് ഈ ഇടുക്കി ജില്ലയിലെ മറ്റ് ജില്ലകളിലെയും ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിന് മുൻനിരയിൽ നിന്ന് ഇടുക്കി രൂപത നേതൃത്വം നൽകി ഒരു വലിയ ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടിയാണ് ഇടുക്കി രൂപത എടുത്തിരിക്കുന്നത്. അതിന് ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇടുക്കി രൂപത വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും അടക്കം രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയം ഉയർത്തിപ്പിടിച്ച് രൂക്ഷമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുവാൻ തന്നെയാണ് ഇടുക്കി രൂപതയുടെ തീരുമാനം. ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ വിവിധ സംഘടനകൾ സമരരംഗത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഇന്ന് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ ഏകദിന കൂട്ട ഉപവാസം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ സമരസമിതി തിരുവോണ നാളിൽ ഇത്തരം ഉപവാസ സമരവുമായി മുമ്പോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. 129 വർഷം പൂർത്തിയാകുന്ന ഒക്ടോബർ 10 മുല്ലപ്പെരിയാർ സമരസമിതി കേരളത്തിലെ എല്ലാ മേഖലകളിലും 129 ഇടങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഈ വിഷയം എന്തായിരുന്നാലും രൂക്ഷമായ ചർച്ചയുമായി മുമ്പോട്ട് വരുമ്പോൾ ജനകീയ പ്രതിഷേധങ്ങളിലേക്കും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാകുന്നു. ഒപ്പം തന്നെ പ്രതിഷേധവും അതിരൂക്ഷമായി വ്യക്തമാണ്. എന്തായാലും മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരികയാണ്. പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടുക്കി രൂപത. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് രൂപതയുടെ തീരുമാനം. ഒപ്പം വലിയ രീതിയിലുള്ള ഒരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനും കേന്ദ്രത്തിനുമെതിരെ ദുർബലമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്നാണ് രൂപത പ്രതിനിധി ഫാദർ ജിൻസ് കാരക്കാട്ട് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.